വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ്. ഹെവി മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാവുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? 5000 രൂപ, 4000 രൂപ, 3000 രൂപ, 1500 രൂപ. ഇവിടെ 4000 രൂപയാണ് പിഴയായിട്ട് വരുന്നത്. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനമോടിച്ചാൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർച്ചയായുള്ള കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ്? 5000 രൂപ പിഴ, 10000 രൂപ, 15000 രൂപ, 20000 രൂപ. 15000 രൂപയാണ് പിഴയായിട്ട് വരുന്നത്. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനമോടിച്ച ആദ്യ കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ്? 5000 രൂപ, 10000 രൂപ, 15000 രൂപ, 20000 രൂപ. ആൻസർ 10000 രൂപയാണ് പിഴയായിട്ട് വരുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ സ്പീഡ് മത്സരമോ പരീക്ഷണമോ അനുവദിക്കുകയോ അല്ലെങ്കിൽ മത്സരം നടത്തുകയോ ചെയ്താൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 1000 രൂപ, 2000 രൂപ, 5000 രൂപ, 10000 രൂപ. ആൻസർ വരുന്നത് 5000 രൂപയാണ്. ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്മതമില്ലാതെ, രേഖാമൂലമില്ലാതെ സമ്മതമില്ലാതെ രണ്ടാമത്തെ തവണ മത്സരങ്ങൾ നടത്തിയാൽ ഉണ്ടാവുന്ന പിഴയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5000 രൂപ, 10000 രൂപ, 15000 രൂപ, 20000 രൂപ. രണ്ടാമത്തെ തവണ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ 10000 രൂപയാണ് പിഴയായിട്ട് വരുന്നത്. രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാവുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 2000, 5000, 10000, 3000 രൂപ. എത്രയാണെന്ന് നോക്കാം. 5000 രൂപയാണ് പിഴയായിട്ട് കൊടുക്കേണ്ടത്. ആദ്യത്തെ തവണ ലഭിക്കുന്നത് 5000 രൂപയാണ്. രണ്ടാം തവണ പിടിക്കപ്പെടുകയാണെങ്കിൽ എത്രയാണ് പിഴയെന്ന് നോക്കാം. 5000 രൂപ, 10000 രൂപ, 15000 രൂപ, 20000 രൂപ. ഇവിടെ രണ്ടാമത്തെ തവണ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 10000 രൂപയാണ് പിഴയായിട്ട് കൊടുക്കേണ്ടത്. അതായത് ഇരട്ടി പൈസയാണ് വരുന്നത്. ഒരു മോട്ടോർ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ അതിന് കാരണമായതോ അല്ലെങ്കിൽ സാധ്യതയുള്ള പെർമിറ്റ് ഇല്ലാതെ മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ അനുവദിക്കുന്നതോ ആയ വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ, 15000 രൂപ പിഴ. ഇവിടെ ലഭിക്കുന്ന പരമാവധി പിഴ 10000 രൂപയാണ്. സേഫ്റ്റി ബെൽറ്റ് ധരിക്കാതെ മോട്ടോർ വാഹനം ഓടിക്കുകയോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്രക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 500 രൂപ പിഴ, 1000 രൂപ പിഴ, 1500 രൂപ പിഴ, 2000 രൂപ പിഴ. 1000 രൂപയാണ് പിഴയായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. സുരക്ഷാ ബെൽറ്റോ ചൈൽഡ് റെസ്ട്രെയിൻ സംവിധാനമോ ഇല്ലാതെ 14 വയസ്സ് തികയാത്ത ഒരു കുട്ടിയുമായി വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ കാരണമാവുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 500 രൂപ, 1000 രൂപ, 1500 രൂപ, 2000 രൂപ. 1000 രൂപയാണ് പിഴയായിട്ട് കൊടുക്കേണ്ടത്. പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ധരിക്കാതെ പീലിയൻ ഡ്രൈവറെ കയറ്റുന്ന ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 500 രൂപ, 1000 രൂപ, 1500 രൂപ, 2000 രൂപ. ആൻസർ 1000 രൂപ പിഴ. പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ അഥവാ ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 1000, 1500, 2000, 5000 രൂപ. വരുന്നത് 1000 രൂപയാണ്. വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായോ അനാവശ്യമായ ഹോൺ മുഴക്കിയാൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 500, 1000, 1500, 2000. ആദ്യ തെറ്റിന് ലഭിക്കുന്നത് 1000 രൂപ പിഴയാണ്. വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായോ അനാവശ്യമായ ഹോൺ മുഴക്കിയാൽ രണ്ടാമത്തേതോ തുടർന്നുള്ളതോ ആയ കുറ്റങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷ 500, 1000, 1500, 2000 രൂപ. ഇവിടെ വരുന്നത് 2000 രൂപയാണ്. പൊതുസ്ഥലത്ത് സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ ഓടിക്കാൻ കാരണമോ അനുവദിക്കുന്നതോ ആയ ആദ്യ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 500, 1000, 2000, 3000. 2000 രൂപയാണ് പിഴയായിട്ട് കിട്ടുന്നത്. പൊതുസ്ഥലത്ത് സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ ഓടിക്കാൻ കാരണമോ അനുവദിക്കുന്നതുമായ രണ്ടാമത്തെ കുറ്റത്തിന് എന്തായിരിക്കും കിട്ടുക എന്ന് നോക്കാം. 5000, 2000,
3000, 4000 ഇരട്ടിയാണ് കിട്ടുന്നത്. 4000 രൂപയാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനമോടിച്ചാൽ രക്ഷിതാവിന് ശിക്ഷ എന്താണ്? 3 വർഷം വരെ നീളുന്ന തടവും 20,000 രൂപ പിഴയും, 10 വർഷം വരെ നീണ്ടുനിൽക്കുന്ന തടവും 5000 രൂപ പിഴയും, 10 വർഷം വരെ നീണ്ടുനിൽക്കുന്ന തടവ് 5000 രൂപ പിഴ. 3 വർഷം വരെ നീളുന്ന തടവും 20,000 രൂപ പിഴയുമാണ് ലഭിക്കുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് വാഹനം സൂക്ഷിക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 500, 5000, 5000, 2000 രൂപ. ഇവിടെ 5000 2 തവണ ചേർത്തിട്ടുണ്ട്. ആൻസർ വരുന്നത് 500 രൂപ പിഴയാണ്. യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ സാന്നിധ്യത്തിൽ താഴെ പറയുന്ന ഡാഷ് കുറ്റം ചെയ്യുന്ന ആരെയും വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിക്കുക, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന, സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന, മദ്യപിച്ച വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനമോടിക്കുന്നത് കണ്ടാൽ. ആൻസർ വളരെ സിമ്പിളാണ്. മദ്യപിച്ച വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനമോടിക്കുന്നത് കണ്ടാൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ ഒരു വാഹനത്തിന്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഏതാണ് കുറ്റമെന്നാണ് നോക്കേണ്ടത്. രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിക്കുന്നത്, ഹെൽമറ്റ് ഇല്ലാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത്, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത്. ഇവിടെ വരുന്ന ആൻസർ ഹെൽമറ്റ് ധരിക്കാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത്.